തുടങ്ങനാട് സെന്റ് തോമസ് കൊറോന പള്ളി വികാരി ബഹുമാനപ്പെട്ട ജോൺസൺ പുള്ളിറ്റച്ച, തിരുപതിയുടെ പ്രോട്ടോസ്റ്റൻ ജല്ലൂസ് മോൺസിഞ്ഞോർ തടത്തിൽ, മോൺസിഞ്ഞോർ ബെത്താനത്ത്, മോൺസിഞ്ഞോർ കണിയോടിക്കൽ, ബഹുമാനപ്പെട്ട ഡോക്ടർ സിന്ധു, പ്രിയങ്കരനായ ഇമ്മാനുവേൽ സാറെ, പ്രിയപ്പെട്ട സ്നേഹബഹുമാനപ്പെട്ട പനാമ്പുഴയച്ച, പ്രിയപ്പെട്ട ചൊള്ളനാലച്ച, വൈദികരെ, സമർപ്പിതരെ, അധ്യാപകരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, പ്രൗഢഗംഭീരമായ ഒരു സദസ്സിലാണ് നമ്മളുടെ സഭയുടെ പ്രധാനപ്പെട്ട വിശ്വാസ ഘടകങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സമുദായവും എന്താണെന്നും അതിൽ നമ്മളെ തന്നെ എങ്ങനെയാണ് ചേർത്ത് നിർത്തുന്നത് എന്നുമൊക്കെ ഒന്നിച്ചിരുന്നൊന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമാണിത്. വളരെ ത്യാഗം ചെയ്താണ് നിങ്ങൾ ഈ ഉച്ചയ്ക്ക് ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത്. തുടങ്ങനാട് നമ്മുടെ ഒരു പ്രിയപ്പെട്ട കേന്ദ്രമാണ്. കുടിയേറ്റങ്ങളുടെ തുടക്കം തുടങ്ങനാടിൽ നിന്നാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് പൂർവികര് ആ പേര് കൊടുത്തിരിക്കുന്നത്. എല്ലാ നല്ല തുടക്കങ്ങളുടെയും നാടാണ് തുടങ്ങനാട്. ഇടുക്കി ജില്ലയിലെ ആദ്യ കുടിയേറ്റ ഗ്രാമമാണിത്. കുറവലങ്ങാടും രാമപുരവും കടനാടും കടന്ന് തുടങ്ങനാട് എത്തി കുടിയേറ്റത്തിൻ്റെ ആ വലിയ അധ്വാനവർഗത്തിൻ്റെ ആ സിദ്ധാന്തം ഈ മണ്ണിൽ വിളയിച്ചവരാണ് നിങ്ങളെല്ലാവരും. കുടിയേറ്റത്തിൻ്റെ ഒരു വാതിൽ തന്നെ തുറന്നു കൊടുത്തത് ഇവിടമാണ്. ഹൈറേഞ്ചിലേക്കും മലബാറിലേക്കുമെല്ലാം പോകാനുള്ള ഒരു അവസരം കൂടെ ഇവിടം ഒരുക്കിക്കൊടുത്തു എന്നതാണ് സത്യം. വളരെ തന്ത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നായി ഇത് മാറിയിരുന്നു. കാർഷിക മേഖല, നാണ്യവിളകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, അതിൻ്റെ എല്ലാം ഉടമസ്ഥരായിട്ടാണ് തുടങ്ങനാടുകാർ അറിയപ്പെടുന്നത്. കേരളത്തിന് വെളിച്ചം പകരുന്ന നാടാണ് മൂലമറ്റം പവർ ഹൗസ്. കേരളം കണ്ട ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണ് മൂലമറ്റം പവർ ഹൗസ്. ഇന്നത് നസ്രാണികളുടെയും നസ്രാണി സമർപ്പിതരുടെയും പവർ ഹൗസായിട്ട് മൂലമറ്റം മാറിക്കഴിഞ്ഞു. മൂലമറ്റം ഫൊറോനായും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വൈദികരും സമർപ്പിതരും പത്മായരുമെല്ലാം ഇവിടെയുണ്ട്. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായ കാരണങ്ങൾ കൊണ്ട് സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങൾ അതിൻ്റെ തനിമയിൽ കലർപ്പില്ലാതെ ഇന്നും ജീവിക്കുന്നവരുടെ ഒരു ദേശമാണ് കടനാട്. ക്വിറ്റ് ഇന്ത്യ എന്നാദ്യം വിളിച്ച ഗവർണറുടെ നാടാണത്. വലിയ ഇടവക, ആ ഇടവകയുടെ പ്രാധാന്യം സിറോ മലബാർ സഭ ഉള്ളിടത്തോളം കാലം എല്ലാവരും ഓർത്തിരിക്കും. പറയമാക്കൽ ഗവർണറുടെ ജന്മസ്ഥലമാണ്. ഗവർണർ ചിന്തിച്ചതും പറഞ്ഞതും എഴുതിയതുമെല്ലാം
സഭയുടെ ചരിത്രവും ദൈവശാസ്ത്രവും സമുദായ ശക്തീകരണത്തിൻ്റെ ഫൗണ്ടേഷണൽ സ്റ്റോൺസുമാണ്. നസ്രാണിത്വം എന്താണെന്ന് വാസ്തവത്തിൽ അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ വീടുകളിൽ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട സിറിലച്ചനുമെല്ലാം കടന്ന് വന്നിരിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. കരിയാറ്റിൽ യൗസേപ്പിനോടുകൂടി റോമായാത്രയ്ക്ക് പോകാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കടനാടുകാരനായ പാലത്തും തലയ്ക്കൽ ആദിത്യൻ കത്തനാരും ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം. പല കാരണങ്ങളാൽ അദ്ദേഹം ആ യാത്ര ഇന്ത്യക്ക് പുറത്തേക്ക് പോകാതെ തിരിച്ച് പോരുകയും പോരുന്ന വഴി കാർത്തിക തിരുനാൾ മഹാരാജാവിൽ നിന്ന് ലഭിച്ച ആദരവാണ് ആദിത്യൻ കത്തനാർ. സൂര്യനെ പോലെ പ്രകാശം കൊടുക്കുന്ന കത്തനാര്. അദ്ദേഹവും കടനാടിൻ്റെ വലിയൊരു സമ്പത്താണ്. നമ്മളുടെ ഈ 3 ഇടവകകളിലെ അച്ഛന്മാർ, ഫൊറോനയിലെ അച്ഛന്മാരെല്ലാം ഇവിടെ ഒന്നിക്കുമ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സമ്മേളനമായിട്ട് ഞാനിതിനെ കരുതുകയാണ്. കർഷകരുടെ ഹാർട്ട് ലാൻഡാണ് ഈ 3 ഫൊറോനയും. ഇവിടെ അധ്വാനിച്ച് കൃഷിക്കാർ എന്ന ആ ഒരു സൽപ്പേര് നേടിയവരാണ് നിങ്ങളിൽ ഏതാണ്ട് എല്ലാവരും തന്നെ. അതിൻ്റെ ഒരു ഐക്യമാണ് ഇവിടെയും ഈ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഈ വലിയ ആളും അതിന് പുറത്തുള്ളവരും എല്ലാം എന്ന് നമുക്കറിയാം. നമ്മൾ സഭയായിട്ടും സമുദായമായിട്ടും ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്. ഭിന്നിച്ച് ഒറ്റയ്ക്ക് നിന്നാൽ നസ്രാണികൾ തളരും. ഒരുമിച്ച് നിന്നാൽ നമ്മൾ ശക്തിപ്പെടും, നമ്മൾ വളരും, നമ്മൾ നിലനിൽക്കും, നമ്മൾ തുടരും. അതിനുവേണ്ടി ക്രിയാത്മകമായിട്ടുള്ള ചിന്തകൾ മനസ്സിലെടുക്കാനും നമ്മളെ തന്നെ അതിലേക്ക് പാകപ്പെടുത്താനുമുള്ള പരിശ്രമമാണ് ഇപ്പോൾ നമ്മുടെ രൂപതയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മേളനങ്ങൾ. നമുക്ക് തനിമ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളുടെ മോറൽ ഫൗണ്ടേഷൻസും ധാർമ്മിക അടിത്തറയും വികലമാകാം. അതിൻ്റെ ഫലമായിട്ട് വിശ്വാസം നഷ്ടപ്പെടുകയും വരും തലമുറയെ അത് ബാധിക്കുകയും ചെയ്യും. വിശ്വാസം കുറയുമ്പോഴും കുട്ടികളില്ലാതെ വരുമ്പോഴുമാണ് ഭാവിയെ ബാധിക്കുന്നത്. എ സ്ട്രേഞ്ച് ലാക്ക് ഓഫ് ഡിസയർ ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയെക്കുറിച്ച് ചിന്തയില്ലാത്തവരെ പോലെ നമ്മൾ പെരുമാറുമ്പോഴാണ് ഇതിലൊന്നും കാര്യമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത്. പ്രസിദ്ധ ചരിത്രകാരനായ ഓസ്വാൾഡ് സ്പെംഗ്ലർ അദ്ദേഹം പറഞ്ഞു, സംസ്കാരങ്ങൾ ജീവികളെപ്പോലെയാണ്. ദേ ആർ ബോൺ, ദേ ഗ്രോ, ദേ റീച്ച് മെച്യൂരിറ്റി, ദേ ഏജ്, ദേ ഡിക്ലൈൻ ആൻഡ് ദേ ഡൈ. വലിയ സംസ്കാരങ്ങളൊക്കെ അങ്ങനെ പോയത് നമുക്കറിയാം. അതിനൊരു തിരുത്തലായിട്ട് അർണോൾഡ് ടോയിൻബി പറഞ്ഞു, സംസ്കാരങ്ങൾക്കും ഭൗതികവും ആത്മീയവുമായ മാനങ്ങളുണ്ട്. ആത്മീയ മാനമുള്ളതിനാൽ ദേ ആർ ഓപ്പൺ ടു ദ ഹ്യൂമൻ എബിലിറ്റി ടു റിക്കവർ. തെറ്റുകൾ കാണാനും തിരുത്താനും വളരാനുമുള്ള പ്രേരണ നമുക്കുള്ളതാണ് ആത്മീയമാനം.
അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മളെപ്പോലെയുള്ള സമുദായങ്ങൾ മരിച്ചു പോവുകയില്ല. അവിടെ അവശേഷിക്കുന്നവർ ക്രിയേറ്റീവ് മൈനോറിറ്റി ആയിട്ട് നിൽക്കും. നമ്മളും അങ്ങനെയാണ്. നിരവധിയായ പരിക്കുകൾ നമ്മുടെ സഭയ്ക്കും പിന്നീട് സമുദായത്തിനുമൊക്കെ ഏൽക്കേണ്ടി വന്നാലും ക്രിയേറ്റീവ് മൈനോറിറ്റി ആയിട്ട് ഇവിടെ ജീവിക്കാൻ, പ്രവർത്തിക്കാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ചിലപ്പോഴെല്ലാം നമ്മൾ വഴിവിട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ട് സെക്യുലറിസത്തിലേക്കും വളരെ ലിബറലായിട്ടുള്ള ചിന്താഗതികളിലേക്കുമൊക്കെ മാറിപ്പോയേക്കാം. എങ്കിലും നമ്മളുടെ ഒത്തുചേരലുകളും പ്രാർത്ഥനയും ഒക്കെ നമ്മളെ ബലപ്പെടുത്തുന്നുണ്ട്. സ്വാധീനമില്ലാത്തവരെ പോലെ നമ്മളായി കഴിയുമ്പോൾ സ്വാധീനമുള്ളവരുടെ കീഴിൽ നമ്മൾ പെട്ടുപോയേക്കാം. നമ്മൾ വളരെ പവർഫുൾ അല്ലെങ്കിലും വളരെ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള, സ്വാധീനമുള്ള ഒരു വിഭാഗമാണ് സുറിയാനി കത്തോലിക്കർ, അല്ലെങ്കിൽ സുറിയാനി സഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 7 സഭകൾ. നമ്മളതിൻ്റെയൊക്കെ മീറ്റിങ്ങുകളൊക്കെ അവസരോചിതമായിട്ട് നമ്മുടെ രൂപതയിൽ നടത്താറുണ്ട്. മറ്റുള്ളവരെ മൊബിലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ളപ്പോഴാണ് നമ്മൾ ഇൻഫ്ലുവൻഷ്യലാകുന്നത്. നമ്മളുടെ കയ്യിലിരിപ്പുകൾ മോശമാകുമ്പോൾ നമുക്ക് വെറും പവർ മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് ആരെയും നമുക്ക് സ്വാധീനിക്കാൻ പറ്റാണ്ട് വരും. ടീം വർക്കായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് സഭയുടെയും സമുദായത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സഭയും ഏതെങ്കിലും ഒരു തിരുവചനത്തിൽ നിന്ന് മാത്രം രൂപം കൊണ്ടതല്ല. എല്ലാ സഭകളും ശ്ലീഹന്മാരോട് ബന്ധപ്പെട്ട വിശുദ്ധ പാരമ്പര്യങ്ങളിൽ നിന്നാണ് രൂപം പ്രാപിച്ചത്. ഈശോയെ കൊടുക്കുക എന്ന ഒരു ദൗത്യമാണ് സഭയ്ക്കും അതിൽ നിന്ന് അല്ലെ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമുദായങ്ങൾക്കും ഉള്ളത്. ഈശോയെ കൊടുക്കുമ്പോഴാണ് നമുക്കൊരു ദൈവിക സാന്നിധ്യം അനുഭവപ്പെടുന്നത്. ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഉള്ളിൽ വളരുന്നത് പോലെയാണ്. ആദ്യം അമ്മ ഉദരത്തിൽ വഹിക്കുന്നു, വളരാൻ അനുവദിക്കുന്നു, വളർച്ചയെത്തുമ്പോൾ ലോകത്തിലേക്ക് അതിനെ കൊടുക്കുന്നു. വിശ്വാസവും ഇതുപോലെയാണ്. ആദ്യം ഈശോ നമ്മിൽ നിശബ്ദതയിൽ, കുടുംബ പ്രാർത്ഥനയിൽ, അപ്പൻ്റെ വാക്കുകളിൽ നിന്ന്, അമ്മയുടെ വാക്കുകളിൽ നിന്ന് എല്ലാം നമ്മളിൽ വേരുപിടിക്കുകയാണ്. പിന്നീട് അത് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതിലൂടെയാണ് അത് വളരുന്നത്. നമ്മിലൊരു പുതിയ ക്രമം മറ്റാർക്കും കിട്ടാത്ത തോമായുടെ മാർഗം നമുക്ക് കിട്ടി. സുവിശേഷം ഈശോ നമുക്ക് നൽകിയത് പതിറ്റാണ്ടുകളിലൂടെയാണ് വളർന്ന് വലുതാകുന്നത്. നമ്മളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ടുണ്ടാകേണ്ടത് ഹ്യൂമിലിറ്റിയാണ്, എളിമ. ഹൂമൂസ് എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ്. മണ്ണ്, എർത്ത് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഹു ബിലോങ്സ് ടു എർത്ത്, ഹു ഡസ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ഹി ഈസ് എർത്ത്. മണ്ണിനെ സ്നേഹിക്കുന്നവരായ നമുക്ക് മണ്ണിൻ്റെ അർത്ഥം നല്ലതുപോലെ അറിയാം. ശക്തീകരണം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ പഠിക്കണം എന്നല്ലല്ലോ. ഈശോ അവരെ ഒരുക്കിയത്, ലേൺ ഫ്രം മീ, ഐ ആം ഹംബിൾ
ഞാനൊരു നല്ല സാധാരണ മനുഷ്യൻ, നിങ്ങൾ എന്നിൽ നിന്ന് അതാണ് പഠിക്കേണ്ടത്. ശക്തീകരണം ആത്മീയമാണ് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. തളർവാദ രോഗിയെ കൊണ്ടുവന്നപ്പോഴും ഈശോ പറഞ്ഞല്ലോ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. ആത്മീയമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തത്. പിന്നീട് പറഞ്ഞു, നിന്റെ കട്ടിലുമെടുത്ത് പോവുക. ആത്മീയ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ ശക്തീകരിക്കപ്പെടേണ്ടതായിട്ട് ഇനിയുമുണ്ട്. സുവിശേഷം ഒരു ദർശനം നൽകുന്നുണ്ട്. സെറ്റിംഗ് ഔട്ട് വിതൗട്ട് സെക്യൂരിറ്റി, വിത്ത് നോ പേഴ്സ്, നോ ബാഗ്, entering houses, wishing them peace, staying, eating, drinking what they provide. അതാണ് നമ്മളുടെ സംസ്കാരം. തൊമായുടെ മാർഗവും നസ്രാണി സമുദായവും അതാണ്. സക്കൈവൂസിനെ കണ്ടപ്പോൾ ഈശോ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഈശോ ചെയ്തത്, he does not lecture him on ethics or morality. അവിടെ നിന്നൊരു ക്ലാസ് കൊടുക്കുകയായിരുന്നില്ല. ഈശോ വളരെ എളുപ്പത്തിൽ പറഞ്ഞു, I want to stay with you in your house. അങ്ങനെ കർത്താവിൻ്റെ മാർഗം തൊട്ട് അറിഞ്ഞ്, ഒരുപക്ഷെ മറ്റു സ്ലീഹന്മാരെക്കാൾ കുറച്ചുകൂടി ആഴത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ ദൈവവുമാണ്, മൈ ലോർഡ് മൈ ഗോഡ് എന്ന് അനുഭവിച്ചറിഞ്ഞ ആ സ്ലിഹായുടെ സാന്നിധ്യം, ആ പൈതൃകത്തിൽ നിന്ന് വളർന്ന സഭ, ആ സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമുദായം എന്ന കാര്യത്തിൽ നമുക്ക് പ്രത്യേകതയുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ പിളർന്ന് വളരെയേറെ തളർന്നു പോയിട്ടുണ്ട്. സഭകളും അകന്നകന്ന് ബലഹീനമായിട്ടുണ്ട്. സ്വാധീനം നഷ്ടപ്പെടുമ്പോൾ മറ്റാരും നമുക്ക് കരുത്തുണ്ട് എന്ന് വിചാരിക്കുകയില്ല. നമ്മളുടെ കരുത്ത് ഈശോയുടെ സുവിശേഷവും നമ്മളുടെ നല്ല ജീവിത വഴികളുമാണ്. ലെറ്റ് യുവർ ലൈഫ് ബി എ ഗോസ്പൽ ഫോർ ദോസ് ഹു വാണ്ട് ടു റീഡ് ദ ഗോസ്പൽ. നിന്റെ ജീവിതമാണ് സുവിശേഷം. സുവിശേഷം വായിക്കാൻ ആഗ്രഹിക്കുന്നവര്, വായന അറിയത്തില്ലാത്തവര് നിന്റെ ജീവിതം കാണുമ്പോൾ അവര് സുവിശേഷം വായിക്കുന്നവരെ പോലെയാകും. ബലഹീനതയിലാകുമ്പോൾ നമുക്കൊരു ബാർഗെയിനിങ് കപ്പാസിറ്റി ഇല്ലാതെ പോവുകയാണ്. ഏത് കാര്യത്തിലും അവരൊക്കെ നമ്മളുടെ കൂട്ടത്തിൽ നിന്നുകൊള്ളും, നമുക്കതൊന്നും പ്രശ്നമല്ല. ബാർഗെയിനിങ് കപ്പാസിറ്റി ഇല്ലാത്ത നമ്മൾ മറ്റ് പല പ്രമുഖ പ്രസ്ഥാനത്തിൽ നിന്നും തള്ളപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സമുദായത്തിൻ്റെ ഒരുമിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് കൂടുതൽ തിരിച്ചറിയേണ്ട അവസരം കൂടിയാണ്. വേർപിരിഞ്ഞ് പോയെങ്കിലും വേരുകളിലേക്ക് നമുക്ക് മടങ്ങി വരേണ്ടതുണ്ട്. 7 സുറിയാനി സഭകളും സ്ലിഹായുടെ പൈതൃകത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതാണ് സത്യം. ദൈവം ടച്ച് ചെയ്യാതെ ആർക്കും ദൈവത്തിൻ്റെ ഒരു ടച്ച് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഈശോയെ കൊടുക്കണമെങ്കിൽ ഈശോ നമ്മളെ തൊട്ടിരിക്കണം. നമ്മുടെ സ്ലീഹ അനുഭവിച്ച കാര്യവും അതാണല്ലോ. നമ്മളുടെ ജീവിതം വഴി ഒരു ടച്ച് മറ്റുള്ളവർക്ക് കിട്ടണമെങ്കിൽ കർത്താവിൻ്റെ ടച്ച് അതിനു മുമ്പ് നമ്മൾ അനുഭവിച്ചിരിക്കണം. യോഹന്നാൻ 21 മാർപ്പാപ്പ, എൻ്റെ കുടുംബത്തിൽ ഞാൻ സുവിശേഷം ശ്വസിച്ചു, എൻ്റെ മാതാപിതാക്കളിൽ ഞാൻ മിശിഹായുടെ സ്വരം ശ്രവിച്ചു
ഞാൻ കിടക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അതാണ് നല്ലൊരു കുടുംബാന്തരീക്ഷം. നമ്മുടെയൊക്കെ നല്ല മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. ഇപ്പോഴും പ്രാർത്ഥന കുറഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോഴും അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ധാരാളം പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ്, മാതാപിതാക്കളാണ്. യൂത്ത് കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിലും ജീസസ് യൂത്തുകാരും നമ്മളുടെ സംഭവക്കാരും ഒക്കെ നല്ല പ്രാർത്ഥനയിൽ എൻ്റർ ചെയ്യുന്നത് പോലെ വിശുദ്ധിക്ക് പോകുമ്പോഴും പൊതുവേദികളിലുമൊക്കെ എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങൾ മാറ്റുമ്പോൾ നമുക്ക് നേരെ നിൽക്കാനാകും. യോന തണൽ വൃക്ഷത്തെ ചാരി ദൈവം നേരിട്ട് വിളിച്ച് ഒരുപാട് അവസരങ്ങളിലൂടെ കൊണ്ടുനടന്ന് അത്ഭുത പ്രവർത്തനങ്ങളെല്ലാം ചെയ്യിച്ചപ്പോഴും അദ്ദേഹത്തിനൊരു ചാരി നിൽക്കാനൊരു സന്തോഷമുള്ള ഒരു കാര്യം വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. വലിയ മനസ്സാന്തരമൊക്കെ നിനിവേക്കാരൊക്കെ ഉണ്ടായപ്പോഴും യോന ഒരു വൃക്ഷത്തെ ചാരി അത്തരം സ്യൂഡോ ഷാഡോസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴും ചാരി നിൽക്കാൻ ഒരു പ്രവണത എന്തിനോടും ആയിക്കൊള്ളട്ടെ, ഞാൻ പ്രത്യേക മേഖലയിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ ചാരി നിന്ന് നമ്മുടെ വിശ്വാസവും നമ്മുടെ പൈതൃകവുമൊക്കെ നഷ്ടപ്പെടുത്തുന്ന ചരിത്രവും നമ്മുടെ ചരിത്രം തന്നെയാണ്. അപരനിലേക്ക് നീളാത്ത കൈകൾക്ക് ഒരിക്കലും ദൈവത്തെ സ്പർശിക്കാനോ ആ സമുദായത്തെ വളർത്താനോ പറ്റുകയില്ല. നമ്മളുടെ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ ഈ നൂറ്റാണ്ടിൽ ഇത്രയും പിടിച്ചു നിന്നത്. ജാതി, വംശം, കുലം, ഗോത്രം, ദേശം, സംസ്കാരം, പാരമ്പര്യം എന്നീ ഭാഷാ യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് സമുദായം. നമ്മൾ സുറിയാനി ഭാഷയോടും ഞാൻ മേൽപ്പറഞ്ഞ മറ്റ് സാംസ്കാരിക ഘടകങ്ങളോടും ബന്ധപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ജനം, പൊതുജനം, വ്യക്തി എന്നിവയുടെ മധ്യവർത്തിയായി നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണവ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യമാണ് സഭ. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നമ്മൾ പോയി കഴിഞ്ഞു. സുറമലബാർ സഭ പോയി കഴിഞ്ഞു. എല്ലാ രാജ്യങ്ങളിലും തന്നെ നമ്മുടെ ആളുകളുണ്ട്. അങ്ങനെ സഭ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തുമ്പോഴും നമ്മൾ നിരന്തരമായിട്ട് ആത്മശോധന നടത്തേണ്ടതുണ്ട്. സമുദായം എന്നത് യാഥാസ്ഥിതിക മനുഷ്യർക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. പാരമ്പര്യമായി സിദ്ധിച്ച മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് സമുദായത്തിൻ്റെ ലക്ഷ്യം. തന്മൂലം സമുദായം കൺസർവേറ്റീവാണ്. ടു കൺസേർവ് ദ വാല്യൂസ്. ചെറു സമൂഹങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സമുദായം ഒന്നിച്ച് നിലനിൽക്കണം എന്ന് പറയുന്നത്. സമുദായ ചിന്ത സങ്കുചിതമായ ആരോപണം ഉണ്ടാക്കുന്നു എന്നത് ശരിയല്ല. നമ്മൾ സഭയുടെ സാർവത്രിക മാനത്തോട് ബന്ധപ്പെട്ടും അതിൻ്റെ വിശദാംശങ്ങൾക്ക് വേണ്ടിയുമാണ് സമുദായമായിട്ട് നിൽക്കുന്നത്. സമുദായത്തിൻ്റെ ദൃശ്യമായ അതിർത്തി ലോകത്തിൻ്റെ അതിർത്തികൾ വരെയാണ്. നമ്മുടെ നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഷാ സമൂഹത്തിൻ്റെ അപ്പുറത്തേക്കും പോയി കഴിഞ്ഞു. സമുദായത്തിൻ്റെ ശക്തി ലോക സുസ്ഥിതിക്ക് ആവശ്യമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുകയും അവിടങ്ങളിലെ സുസ്ഥിതിയുടെ ഗുണഭോക്താക്കളാവുകയും ചെയ്യുന്ന നസ്രാണികൾ
കൂടി വരികയാണ്. അവർ നമ്മുടെ നാടിനും സമൂഹത്തിനും കുടുംബങ്ങൾക്കും ഗുണകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം ജീവിത സൗകര്യങ്ങൾ പരിമിതമായ സാഹചര്യങ്ങളിൽ കേരളത്തിനും ഭാരതത്തിനും പുറത്ത് ദുരിതപ്പെട്ട് ജീവിക്കുന്നവരുമുണ്ട്. നമ്മുടെ തന്നെ സമുദായ അംഗങ്ങൾ എന്ന ചിന്ത അവർക്ക് ആശ്വാസകരമാക്കാൻ കഴിയണം. നമ്മളുടെ മൈഗ്രൻസ് കമ്മീഷൻ അക്കാര്യത്തിൽ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ആണ്ടുവട്ടത്തിൽ നമ്മുടെ രൂപതാ കേന്ദ്രത്തിൽ വെച്ച് തന്നെ റിട്ടേണീസ് ആയിട്ടുള്ള ആളുകളുടെയും വെക്കേഷന് വേണ്ടി വരുന്നവരുടെയും ഒക്കെ കൂടിവരവുകൾ നമ്മൾ നടത്തുന്നുണ്ടല്ലോ. ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. സമൂഹത്തിൻ്റെ ക്ഷേമവും അതുവഴി പരസ്പര ക്ഷേമവും ദരിദ്രരുടെ ക്ഷേമവും ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ലോകത്തിനു മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാ ദേശങ്ങൾക്കും സുസ്ഥിതിയും സമാധാനവും ഉണ്ടാകാൻ സദാ ആഗ്രഹിക്കുകയും കഴിയുക വലിയൊരു ആത്മീയ പ്രസ്ഥാനമാണ്. നീതിക്ക് വേണ്ടി സഹിക്കുന്നവർ ലോകത്തെമ്പാടുമുണ്ട്. നമ്മളത് മറക്കരുത്. ഞാനിപ്പോൾ രാമപുരത്ത് ദളിത് ക്രൈസ്തവരുടെ വലിയൊരു മീറ്റിംഗ് പങ്കെടുത്തിട്ട് വരുന്ന വഴിയാണ്. ആ ഓഡിറ്റോറിയം നിറയെ DCMSന്റെ രൂപത ഭാരവാഹികൾ. നമുക്ക് അത്ഭുതം തോന്നും. അവരെത്രയോ ശ്രദ്ധയോടുകൂടി നമ്മളുടെ സമയം നോക്കി നമ്മളെ കേൾക്കാനും നമ്മുടെ ചിന്തകൾ ഉൾക്കൊള്ളാനുമൊക്കെ എത്തിയിരിക്കുന്നു. സഭയുള്ളതുകൊണ്ടാണ് നമുക്ക് സമുദായമുള്ളത്. സഭയുള്ളതുകൊണ്ടാണ് മമോദീസ തൊട്ടിയിൽ ഒരു ക്രൈസ്തവനായി ജനിച്ച് നാം പിന്നീടൊരു സമുദായമാകുന്നത് എന്ന് എല്ലാ ദേവാലയങ്ങളും നമ്മൾ കാണുമ്പോൾ ഓർക്കേണ്ടതുണ്ട്. ആ ദേവാലയം നമുക്ക് നൽകിയ വലിയൊരു ഔദാര്യമാണിത്. നമുക്ക് ജീവിതത്തിൽ നല്ല നോട്ടങ്ങൾ നോക്കാനായിട്ട് ഇനിയും സാധിക്കണം. ക്രൈസ്തവര് ഈസ്റ്റർ ഐസ്, ഉത്ഥാനത്തിൻ്റെ നേത്രങ്ങളുമായിട്ട് ജീവിക്കണം എന്ന് വേദശാസ്ത്രികൾ പറയുന്നതിൻ്റെ കാര്യവും അതാണ്. ഉത്ഥാനത്തിൻ്റെ മിഴികൾ, ആ ഒരു വലിയ സന്ദേശം നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോൾ നമുക്ക് നല്ലത് മാത്രമേ ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. ഒരു സമുദായം എന്ന നിലയിൽ ന്യൂട്രലായിട്ട് നമുക്ക് നിൽക്കാൻ സാധ്യമല്ല. നമ്മൾ കളർഫുൾ ആകേണ്ടവരാണ്. ഐഡന്റിറ്റി ഉള്ളവരായിരിക്കണം, ആശയങ്ങളുള്ളവരായിരിക്കണം. ആ തനിമയിലാണ്, ആശയങ്ങളിലാണ് നമ്മൾ ഒന്നിക്കേണ്ടത്. ഭൗതികമായ വളർച്ച ഒരേ രീതിയിൽ നടക്കുകയില്ല. സമ്പത്തും പറമ്പും കൂടുതലായിട്ട് ഉള്ളവരെല്ലാം ഉണ്ട്. എങ്കിലും കാർഷിക വൃത്തിയോട് ചിലപ്പോഴെല്ലാം കാണിക്കുന്ന മനോഭാവം ഈ നാടിനെയും ഈ തറവാടുകളെയും എല്ലാം ബാധിക്കുന്നുണ്ട്. അധ്വാനവർഗം എന്ന ആ സെൽഫ് ഐഡന്റിറ്റി ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അവകാശപ്പെടാനാവുകയില്ല. കുടുംബ ബന്ധങ്ങളിൽ പാളിച്ചകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയപ്പെട്ടുകൊണ്ടിരുന്നത് കെട്ടിയോൻ കെട്ടിയോൾ എന്നായിരുന്നല്ലോ. കെട്ടിയവന് വെറുതെ ഇട്ടേച്ചു പോകാനൊക്കെയല്ല. കെട്ടിയോളും അതാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവര് നുകം വെച്ച് കെട്ടപ്പെട്ടവരാണ്. തക്സാദ് സുവഹ എന്നായിരുന്നല്ലോ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് തന്നെ. ഇന്ന് ആ ബന്ധങ്ങളിലൊക്കെ ശിഥിലീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പരസ്പരം സംസാരിക്കാത്തവര്,
ഒരു വീട്ടിൽ തന്നെ യാതൊരു ബന്ധവുമില്ലാതെ കഴിയുന്ന അപ്പനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും, കുട്ടികൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ മുറിവ് അതാണ്. അങ്ങനെ ഹൃദയ മുറിവുകളുമായിട്ട് നടക്കുന്ന ധാരാളം കുട്ടികൾ നമ്മുടെ രൂപതയ്ക്കുള്ളിലുണ്ട്. കുടുംബങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യണം. ഭക്ഷണമേശയിലിരുന്ന് ചിലപ്പോഴെല്ലാം പിണങ്ങി എഴുന്നേറ്റ് പോകുന്ന മാതാപിതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ് കൂട്ടുമുറിയിൽ: ഇഫ് യു സ്പീക്ക് ഇൽ ഓഫ് യുവർ ബ്രദർ ഹിയർ, കൂട്ടുമുറിയിൽ, യു ആർ നോട്ട് വെൽക്കം ടു ദിസ് ടേബിൾ. ഭക്ഷിക്കാനിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റവുമായിട്ട് വരുന്ന വലിയ തർക്ക വിഷയങ്ങളിലേക്ക് പോകുന്നവർക്ക് ഈ മേശയിൽ സ്ഥാനമില്ല. നമ്മുടെ ചില വീടുകളിലൊക്കെ ഒന്നിച്ച് ഭക്ഷിക്കാത്തവരും അങ്ങനെ ഭക്ഷിക്കാൻ താല്പര്യമില്ലാത്തവരും എല്ലാം ഉണ്ട്. കൂടുതലായിട്ട് നമുക്ക് ദൈവികമായ മേഖലകളിലേക്ക് വ്യാപരിക്കണം. ഡിജിറ്റലൈസേഷൻ, സോഷ്യൽ മീഡിയ ഒരു പുതിയ ഒരുമ, കൂട്ടായ്മ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും അത് നല്ല ബന്ധങ്ങളുടെ അഭാവം നിമിത്തം അരക്ഷിതാവസ്ഥയിലേക്കും വലിയ ടെൻഷൻസിലേക്കുമൊക്കെ മാറി ആത്മഹത്യകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് അറിവുള്ളതാണ്. സഭയുടെ സാമൂഹിക രാഷ്ട്രീയ സംവേദന മുഖമാണ് സമുദായം. ഞാൻ ആദ്യമേ അത് സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് ആ മുഖത്തിന് നല്ല കരുത്ത് ഉണ്ടായിരിക്കണം. ഒരു ദേശത്ത് പാർക്കുന്ന സമുദായ അംഗങ്ങളെല്ലാം തമ്മിൽ സുദൃഢമായ ഒരു ബന്ധം ഉണ്ടാകുമ്പോഴേ സിവിൽ സൊസൈറ്റിയിൽ നമുക്ക് അംഗീകാരമുണ്ടാവുകയുള്ളൂ. സുറിയാനി കത്തോലിക്ക സമുദായത്തിന് കേരളത്തിലെ മറ്റ് വിഭാഗങ്ങൾക്ക് ഇല്ലാത്ത വിശ്വാസം, പാരമ്പര്യങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, സംസ്കാരം, ചരിത്രം, ഭാഷ, ഭക്ഷണരീതി, വസ്ത്രധാരണ രീതി ഇതെല്ലാം ഉള്ളവരാണ്. അതെല്ലാം നമ്മൾ നിസ്സാരങ്ങളായിട്ട് കരുതി മാറ്റിക്കളയുമ്പോൾ സമുദായം ബലഹീനമാകും. ജാതിയിൽ നിന്ന് സമുദായത്തിലേക്ക് വളർന്നവരാണ് നമ്മൾ. വെറും ജാതിയായിട്ടാണ് നമ്മളെ ഒരു കാലഘട്ടത്തിൽ കണ്ടിരുന്നത്. ജാതിക്ക് കർത്തവ്യൻ എന്നാണല്ലോ മണിക്കത്തനാർ പോലും പറഞ്ഞുകൊണ്ടിരുന്നതും എഴുതിക്കൊണ്ടിരുന്നതുമൊക്കെ. അവിടെ നിന്നുണ്ടായ ഒരു വളർച്ചയാണ് നമ്മളാക്കി തീർക്കുന്ന എല്ലാ ഘടകങ്ങളും കൂട്ടിച്ചേർക്കുന്ന ആ ഐറ്റംസ് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ബലമുണ്ടാകുന്നത്. സമുദായ ചരിത്രം ആത്മകഥയാണ്. അതിൻ്റെ അജ്ഞത ആത്മനിഷേധമാണ്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. എല്ലാ ജീവജാലങ്ങളും കാലങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ്. മനുഷ്യരും നമ്മളും അങ്ങനെയാണല്ലോ. കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കുമെല്ലാം നമ്മൾ വിധേയരാണ്. അങ്ങനെ വിധേയമായിട്ട് നിൽക്കുമ്പോൾ നമുക്കുള്ള വ്യതിരിക്തതകളാണ് നമ്മളെ ഒരു സമുദായമാക്കുന്നത്. ആ വ്യതിരിക്തതകളെക്കുറിച്ചുള്ള അറിവാണ് സമുദായ ബോധം എന്ന് നമ്മൾ പറയുന്നത്. സമുദായ ബോധമില്ലാത്ത നസ്രാണികൾ ഉണ്ട് നല്ലതുപോലെ. എങ്കിലും തിരുത്തപ്പെടാവുന്നതും നമുക്ക് കണ്ടെത്താവുന്നതുമായ കാര്യങ്ങളൊക്കെ അവിടെയുമുള്ളൂ. സത്യസഭയുടെ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. സഭയോട് ബന്ധമില്ലാതെ സമുദായത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും തെറ്റാണെന്നാണ് എൻ്റെ നിലപാട്. സമുദായം സഭയുടേതാണ്. സഭയുടെ
വിശ്വാസമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് സഭയും സമുദായവും. സാമുദായികമായ ചിന്തകൾ മാത്രം ഏകപക്ഷീയമായിട്ട് നമ്മൾ ഒന്നിൽ പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ മേഖലയിൽ വഴിതെറ്റലുകൾ ഉണ്ടാകാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച ആത്മീയ ശക്തീകരണത്തിലൂടെ വളരേണ്ട ഒരു സമുദായ ഘടകം അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാണണം. മനുഷ്യനെക്കുറിച്ച്, സാമൂഹിക ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികൾ, സംസ്കാരങ്ങളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിനുള്ളിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധക്കുറവ്, കുടുംബകേന്ദ്രിത ശുശ്രൂഷകളിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ സംഘടനകൾ ബലഹീനമാകുന്നത്. നമുക്ക് എത്രയോ നല്ല സംഘടനകൾ, കൈക്കാരന്മാർ, പള്ളിക്കമ്മിറ്റി, പാസ്റ്ററൽ കൗൺസിൽ, മറ്റ് 10-18 സംഘടനകൾ, ആത്മീയ മുന്നേറ്റങ്ങൾ, ഭക്തിപ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ട്. ഇത്രയും സുഭദ്രമായ ഒരു കെട്ടുറപ്പുള്ള സമൂഹം വേറൊന്നും കാണുകയില്ല. എല്ലാ ഞായറാഴ്ചകളിലും അച്ഛന്മാരുടെ മുമ്പിൽ നൂറുകണക്കിന് ആളുകൾ അച്ഛനെ കേൾക്കാനും കൂടിയാണ്, അച്ഛൻ്റെ കുർബാനയിൽ പങ്കെടുക്കാനും അച്ഛനെ കേൾക്കാനും കൂടിയാണ്. അങ്ങനെ നമ്മളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ നല്ല സുവിശേഷ സന്ദേശം കൊടുക്കാനും എന്നും നവീകരിക്കപ്പെടേണ്ട ഒരു സമൂഹമാണ് നമ്മൾ എന്ന് പഠിപ്പിക്കാനും നമുക്ക് സാധിക്കണം. എക്ലേഷ്യ സെംബർ റെഫോർമാന്ത അല്ലെങ്കിൽ പ്യൂരിഫിക്കാന്ത എന്നാണല്ലോ പറയുന്നത്. എപ്പോഴും നവീകരിക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണ് സഭ. നമ്മൾ സെംബർ, ഓരോ നിമിഷവും റെഫോർമാന്ത, പ്യൂരിഫിക്കാന്ത. നമ്മൾ ദൈവവചന പ്രഘോഷണം കേൾക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ കോളേജുകളൊക്കെ ആ തരത്തിൽ ഉണർന്നു. നമ്മുടെ സംഘടനകളും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സംഘടനകൾക്കും ഇനിയും കൂടുതൽ ഉണർവ് സമ്പാദിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെയെല്ലാം നമുക്ക് നിലവിലുണ്ടായിരുന്ന കോഴ്സുകൾക്ക് പുറമേ ഐഡിയ ലാബും ഇൻക്യുബേറ്റർ സെന്ററും എല്ലാം ആയിക്കഴിഞ്ഞു. വളരെ അഡ്വാൻസ്ഡ് തലത്തിലുള്ള കാര്യങ്ങളാണ്. AI തലങ്ങളിലേക്ക് കടന്ന് അവിടെയൊക്കെ നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ കൊടുക്കാനായിട്ട് സാധിച്ചു എന്നത് വലിയ കാര്യമാണ്. ഓട്ടോണമസ് പദവി കിട്ടിയ നമ്മുടെ 3 കോളേജുകളും അത്തരത്തിൽ വിലപ്പെട്ട കേന്ദ്രങ്ങളാണ്. പുതിയ സംവിധാനങ്ങൾ, പുതിയ രീതികൾ, പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ ആയിക്കഴിഞ്ഞു. എങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ കുട്ടികൾ നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. കുട്ടികളുടെ എണ്ണം വളരെയേറെ കുറഞ്ഞു പോകുന്നുണ്ട്. സമുദായം ബലഹീനമാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മുടെ കുട്ടികളുടെ കുറവാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. കല്യാണം വേണ്ട എന്ന് തീരുമാനിക്കുന്നവര് അത്ര കുറവല്ല നമ്മുടെ രൂപതയിലും. മക്കളുടെ വിവാഹം വളരെയേറെ നീട്ടിക്കൊണ്ടു പോകുന്നവരുണ്ട്. വിവാഹിതർ തന്നെ മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വിവാഹം കഴിഞ്ഞ് ഏറെ വർഷങ്ങൾ കഴിഞ്ഞ് മാത്രം മതി കുട്ടികൾ എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. 3-4 കുട്ടികൾ മക്കളുള്ളപ്പോൾ മറ്റുള്ളവരെ കളിയാക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രതിസന്ധി അമ്മച്ചിമാരനുഭവിക്കുന്നുണ്ട്. അതുപോലെ അധാർമികമായിട്ടുള്ള മറ്റു പല നിലപാടുകളും സ്വീകരിക്കാനായിട്ട് സ്ത്രീകൾ നിർബന്ധിതരാവുകയാണ്. ജനസംഖ്യ ബാധ്യതയല്ല, ഏറ്റവും വലിയ സമ്പത്ത് ആൾബലമാണ്. ആൾബലമില്ലാത്ത സമൂഹത്തെ ആരും മൈൻഡ് ചെയ്യുകയില്ല. മക്കള് ഇല്ലാതെ വരുമ്പോൾ അപ്പന്റെ പൈതൃകം
മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാതെ വരികയാണ്. അതുകൊണ്ട് കുടുംബങ്ങളിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനും ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ക്രിസ്തീയ പരിശീലനം നൽകാനുമൊക്കെ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹം നമ്മൾ ഈ ഭൂമിയിൽ നിറയണം എന്നത് തന്നെയാണ്. ജെറമിയ 29:6 വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുക, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ സംഖ്യ എന്നാണല്ലോ. ഇസ്രായേൽ മക്കളുടെ എണ്ണം കുറയുന്നുണ്ടോ എന്നുള്ളൊരു വേദനയിൽ നിന്ന് ജന്മം കൊണ്ട ഒരു പുസ്തകമാണിത്. നമ്മുടെ ഈ സമുദായ ശക്തീകരണ വർഷത്തിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഗൗരവതരമായിട്ട് ഇറങ്ങി ചിന്തിക്കേണ്ടതുണ്ട്. നസ്രാണികൾ വനത്തിലെ ഔഷധച്ചെടി പോലെയാണ്. നമ്മളെക്കാൾ വലിയ സംഖ്യാബലമുള്ള സമുദായങ്ങളുണ്ട്. വനത്തിൽ വലിയ വടവൃക്ഷങ്ങളുണ്ട്. പക്ഷെ അതിനിടയിൽ ഔഷധച്ചെടികളുണ്ട്. ആ ഔഷധച്ചെടികളാണ് ഒരിക്കലും മരണമില്ലാതെ എന്നും എക്കാലവും പിടിച്ചു നിൽക്കുന്നത്. പ്രാർത്ഥനയുടെ മൂശയിലാണ് നമ്മളുടെ മക്കള് വളർന്നു വന്നത്. ഞാൻ ആമുഖത്തിലത് സൂചിപ്പിച്ചല്ലോ. ആ പ്രാർത്ഥനയാണ് നമ്മളുടെ സാമ്പത്തിക തകർച്ചയിലും മറ്റ് പ്രതിസന്ധികളിലുമെല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. കാർഷിക മേഖല തള്ളിക്കളയരുത്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ 3 കൊറോനാകള് കൃഷിയിടങ്ങളാണെല്ലാം. കൃഷിയില്ലാത്ത രാഷ്ട്രം മൃതരാഷ്ട്രമാണ്. ജീവനില്ല. മക്കളില്ലാത്ത കുടുംബം പോലെയാണ്. നമ്മുടെ ശ്രദ്ധ സമകാലിക പ്രതിസന്ധികളിലേക്കും തിരിയേണ്ടതുണ്ട്. നമ്മുടെ ചില ആൺകുട്ടികൾ വ്യാജ മാധ്യമ പ്രസ്ഥാനങ്ങളുടെയും മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളുടെയും വെറും ചുമട്ടുതൊഴിലാളികളെ പോലെ പ്രവർത്തിക്കുന്നത് എനിക്കറിയാം. യാതൊരു ദൈവികമായ വിചാരവുമില്ലാതെ, ഒരു ആത്മീയതയുമില്ലാതെ എങ്ങനെ ഇവർക്ക് ഇതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ നല്ല ഉണർവുള്ളവരായിട്ട് രംഗത്ത് വരണം. അപ്പോഴാണ് നമ്മളുടെ പ്രതിസന്ധികൾ എന്താണെന്ന് നമുക്കറിയാനും അതിനെ തിരുത്താനും ഒക്കെ സാധിക്കുന്നത്. സമുദായത്തിൽ പുഴുക്കുത്തുകൾ ഏറെ ഉണ്ട്. അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ നമുക്ക് പ്രാർത്ഥനയും കുടുംബങ്ങളിൽ ഐക്യവും വേണം. നമുക്ക് ദീപിക പത്രം വലിയൊരു ആത്മീയ ബലമായിട്ട് കൂട്ടത്തിലുണ്ട്. പാലാദൂത് നമ്മുടെ രൂപതയുടെ സഭയുടെ സമഗ്രമായ ഒരു ചിത്രം നൽകുന്നുണ്ട്. നമ്മുടെ ദീപനാളം സാംസ്കാരിക മേഖലയിലുള്ള നല്ല പഠനങ്ങൾ നൽകുന്നുണ്ട്. അതെല്ലാം വായിക്കുകയും ആ വായനയിലൂടെ നമ്മൾ ശക്തിപ്പെടുകയും ചെയ്യണം. വായന വളരെ കുറഞ്ഞ് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സിസ്റ്റേഴ്സ് വലിയ ഒരു ആത്മീയ ബലമാണ്. ഇവിടെയും ധാരാളം സിസ്റ്റേഴ്സ് പങ്കെടുക്കുന്നുണ്ട് ഈ മീറ്റിങ്ങിൽ. അത് നമ്മളുടെ രൂപതയുടെ വലിയ കരുത്താണ്. അവരുടെ സാന്നിധ്യവും അവരുടെ ഇടപെടലുകളും, പ്രത്യേകിച്ച് ഈ മേഖല, ഈ തുടങ്ങനാട് തുടങ്ങി അങ്ങ് മൂലമറ്റത്തിൻ്റെ അതിർത്തികൾ വരെ എന്തുമാത്രം കാര്യങ്ങളാണ് സിസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പടനാടും എല്ലാം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും കൂടുതൽ ശ്രദ്ധ തിരിക്കുവാനും അവരുടെ സംഖ്യാബലത്തിൽ കാണുന്ന ആ ഇടിവ് നമ്മളുടെ സമുദായത്തെ തീർത്തും ബലഹീനമാക്കും എന്ന് ഞാൻ പറയുകയാണ്.
സിറോ മലബാർ സഭയുടെ സമുദായ ശക്തീകരണം കേവലം അൽമായരുടെ ഒരു വിഷയം മാത്രമായിട്ട് നമ്മൾ എടുക്കരുത്. അടിസ്ഥാനപരമായിട്ട് അത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കാര്യമാണ്. അവര് വഴി ശക്തീകരിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മളുടെ പൊതുവായ ശക്തീകരണത്തിൽ ദളിത് ക്രൈസ്തവർ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മളുടെ പള്ളിക്കൂടങ്ങളും പള്ളിയും പാരിഷ് ഹാളുകളും എല്ലാം വൃത്തിയാക്കുന്നതും അതുപോലെ നമ്മളുടെ വീടുകളിലെ അടുക്കള പണികളെല്ലാം പതിറ്റാണ്ടുകൾ ചെയ്ത് നമ്മളെ ശക്തിപ്പെടുത്തിയ വലിയൊരു വിഭാഗമാണവര്. അവരെ നമ്മൾ കൂടുതൽ കരുതലോടുകൂടി കാണേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ സ്വരമുയർത്തേണ്ടതുണ്ട്. സഭയുടെ ശ്ലൈഹിക പാരമ്പര്യവും സമുദായത്തിൻ്റെ നസ്രാണി പൈതൃകവും നമ്മൾ ഒന്നുകൂടെ ആഴത്തിൽ പഠിക്കണം. ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ചേർന്ന ജീവിത ശൈലിയാണ് സമുദായ ഐക്യത്തിൻ്റെ ഏക പോംവഴി എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ ചെയ്യുന്നവരുടെ സമുദായമാണ് നസ്രാണി സമുദായം. വിശ്വാസത്തിലും പാരമ്പര്യത്തിലും ഉള്ള നല്ല വശങ്ങൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുമ്പോൾ നിരന്തരം ഉദ്ധിതനെ അന്വേഷിക്കുന്നവരുടെ, തോമായുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരുടെ, ഇന്നത്തെ ഗലീലി ഉദ്ധിതനായ ഈശോയെ ഇന്നത്തെ ഗലീലിയിൽ നമ്മൾ കണ്ടെത്തണം. നമ്മളുടെ സാധാരണക്കാരുടെ ജീവിതത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞല്ലോ, സാധാരണക്കാരെ അവഗണിക്കുമ്പോൾ ദൈവത്തെയാണ് നമ്മൾ അവഗണിക്കുന്നത്. എത്രയോ തവണ പുതിയ പരിശുദ്ധ പിതാവ് ഈ നാളുകളിൽ നമ്മളെ ഓർമ്മിപ്പിച്ചു. സാധാരണക്കാരെ അവഗണിക്കുമ്പോൾ ദൈവത്തെയാണ് നമ്മൾ അവഗണിക്കുന്നത്. നമ്മുടെ നസ്രാണി ബോധം അല്ലെങ്കിൽ ബോധ്യം എന്നത് ഇത്തരത്തിലുള്ള നല്ലൊരു സാമൂഹ്യ ബന്ധത്തിൻ്റെ കൂടെ അടയാളമാണ്. മറ്റുള്ളവർക്ക് കരുത്തിൻ്റെ സന്ദേശം നൽകേണ്ടതുണ്ട്. കായിക മത്സരങ്ങളിൽ ടീമുകൾ നൽകുന്നത് അത്തരം സന്ദേശമാണ്. ഇന്ന് വലിയ അട്രാക്ഷൻ ആ മേഖലയിൽ ഉണ്ടല്ലോ. കായിക ശക്തി വിനോദോപാധിയും കൂടിയാണ്. എന്നാൽ യഥാർത്ഥ ജീവിതം വിനോദം മാത്രമായി ആരും കാണാറില്ല. എല്ലാ ദിവസവും പോയി സിനിമ കാണുന്നവരുണ്ടോ? കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതം മറ്റൊന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെയാണ് നമുക്ക് ആത്മീയ കരുത്ത് വേണ്ടത്. സ്നേഹത്തിൻ്റെ കരുത്തുള്ളപ്പോഴേ സമുദായം നിലനിൽക്കുകയുള്ളൂ. യുദ്ധം നൽകുന്നത് കരുത്തിൻ്റെ സന്ദേശമല്ല, നാശത്തിൻ്റെ സന്ദേശമാണ്. സ്നേഹമില്ലാത്തിടത്താണ് സ്വാർത്ഥത വളർന്ന് യുദ്ധമായി തീരുന്നത്. നാം ആ യുദ്ധഭീഷണിയിൽ കഴിയുന്നവരാണിപ്പോഴെല്ലാം. ഔദാര്യം നൽകാൻ സ്നേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകളുടെ ഔദാര്യവും അധ്വാനവുമാണ് നമ്മളുടെ നിലനിൽപ്പിൻ്റെ പിന്നിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ വളർത്തിയ നമ്മളിലെ സാധാരണക്കാരായ സാമ്പത്തിക ശേഷി കുറഞ്ഞ വലിയൊരു പറ്റം ആളുകളുണ്ട്. അതിന് അവരെ നല്ല വഴിക്ക് പ്രേരിപ്പിക്കാനും അവരുടെ വളർച്ച കുറെ കൂടെ ബലിഷ്ഠമാക്കാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം നാം മറക്കരുത്. എനിക്ക് തന്നിരുന്ന സമയം ഏതാണ്ട് തീരാറായി. നമ്മൾ ഈ നാളുകളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ജെ.ബി. കോശി കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നില്ല. ഇതുവരെ നമുക്കത് പറയാനൊരു അവസരമുണ്ടായിരുന്നു. ഇപ്പോൾ അത് പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾ നല്ലപോലെ പഠിച്ചാൽ മതി. ജെ.ബി. കോശി കമ്മീഷന് വേണ്ടി ഏറ്റവും അധ്വാനിച്ച ഒരു രൂപത നമ്മുടേതാണ്. അതിലേറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഇവിടെ ഇരിക്കുന്ന ഈ സിർലച്ചനാണ്. ഞങ്ങൾ ഒരുപാട് രാത്രികളിൽ EWS കാറ്റഗറി എന്താണെന്ന് ഒന്നിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ട്. വിളക്കുപോളും ഞങ്ങൾ രൂപതാ കേന്ദ്രത്തിൽ ഇരുന്നത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ജെ.ബി. കോശി കമ്മീഷൻ വന്നപ്പോഴും അതുപോലെയായിരുന്നു. നമ്മുടെ രൂപതയിൽ നിന്ന് ധാരാളം നിവേദനങ്ങൾ കാർഷിക മേഖലയോട് ബന്ധപ്പെട്ടത്, നമ്മളുടെ DCMSകാരുടെ കാര്യം, അതുപോലെ നമ്മുടെ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികൾ,
അതിനകത്ത് ലത്തീൻ കത്തോലിക്കരുടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ സുറിയാനി കത്തോലിക്കരുടെ നിരവധിയായ പ്രതിസന്ധികൾ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ഗ്രന്ഥമാണ്. ഞാൻ ഏതാണ്ടതൊന്ന് വായിച്ചു തീർത്തു. അത് പുറത്തു വന്ന ദിവസം തന്നെ സിറിലച്ചനും നമ്മുടെ രൂപതയുടെ ബാസൽ കൗൺസിൽ സെക്രട്ടറിയുമൊക്കെ എനിക്കതിൻ്റെ കോപ്പീസ് തന്നുകൊണ്ടാണിരുന്നത്. അതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങൾ വേഗത്തിൽ നമ്മൾ കൊടുത്ത കാര്യങ്ങളാണെങ്കിലും വളരെ സമഗ്രമായ ഒരു റിപ്പോർട്ടാണത്. നമ്മൾ ഈ സമ്മേളനങ്ങളുടെ തുടർച്ചയായിട്ട് അത്തരം വിഷയങ്ങളെല്ലാം നമ്മുടെ ഫൊറോന തലത്തിലും പാരീഷ് തലത്തിലും സർവോപരി നമ്മുടെ വീടുകളിലുമൊക്കെ കൂടുതലായിട്ട് നമ്മൾ പഠിക്കണം. അങ്ങനെ നമുക്ക് വേർപിരിഞ്ഞവരെ വീണ്ടും വേരുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അകന്നുപോയവരെ വീണ്ടും അടുപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നസ്രാണിത്വം എന്ന് പറയുന്നത് അതാണ്. അതിന് നമ്മൾ കൂടുതൽ സമയം ചരിത്ര പുരുഷന്മാരെ പഠിക്കുന്നതിനും അതിലൂടെ നമ്മളുടെ ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കുന്നതിനുമൊക്കെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കട്ടെ. ഈ 3 ഫൊറോനകളിൽ അച്ഛന്മാരും സമർപ്പിതരും മായ ശ്രേഷ്ഠരുമെല്ലാം ഇവിടെ വന്നത് വലിയൊരു ബലപ്പെടുത്തലാണ്, ശക്തീകരണമാണ്, സമുദായത്തിൻ്റെ ഈടുറ്റ ഒരു മുഖമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ജനറാളച്ചന്മാരിൽ ഒരാൾ മേത്താനത്തച്ഛനാണ്. അദ്ദേഹം വളരെയധികം ഈ സംഘടനാ പ്രവർത്തനങ്ങളിൽ സമയം നൽകുന്നുണ്ട്, അച്ഛന്മാരെ കാണുന്നുണ്ട്. തടത്തലച്ഛൻ്റെ മറ്റു നിരവധിയായ ജോലികൾക്കിടയിൽ അച്ഛനും നിങ്ങളെ വിളിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പണിയോടിക്കലച്ഛനും അതുപോലെ തന്നെയാണ്. അവരുടെ വലിയൊരു കൂട്ടായ ഉത്തരവാദിത്വത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ വഴിയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടത്താൻ സാധിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട പുള്ളിത്തച്ഛൻ എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് എല്ലാ ക്രമീകരണങ്ങളും നടത്തി കൃത്യസമയത്ത് അദ്ദേഹം നമ്മളെ ഈ ഹാളിലാക്കി. എനിക്ക് കൂടുതൽ സമയം കിട്ടാൻ വേണ്ടി അച്ഛൻ പകുതി സമയം എടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഞാൻ കൂടുതൽ സംസാരിച്ചൊന്നുമില്ല കേട്ടോ, എനിക്കുള്ള സമയം ഞാൻ എടുത്തുള്ളൂ. ഞാൻ കൂടുതൽ പറഞ്ഞ് സമയം ആരുടെ എടുത്തുനിന്ന് പറഞ്ഞേക്കരുത്. അച്ഛൻ 7 മിനിറ്റ് കൂടി എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ആ സമയം കൂടി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്നോട് കാണിച്ച വലിയൊരു ഔദാര്യം കൂടിയാണ്. അച്ഛൻ നല്ലൊരു സംഘാടകനാണ്. അച്ഛനിരുന്ന ഇടവകളിലെല്ലാം പ്രമാണ പ്രവർത്തനങ്ങളും ആത്മീയ കൂട്ടായ്മകളും വളരെ അധികം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നു. ഇവിടം തന്നെയും എന്തുമാത്രം നവീകരണമാണ് അച്ഛൻ വന്നതിന് ശേഷം നടത്തിയത്. അതുപോലെയാണ് മറ്റ് വൈദികരുമെല്ലാം. ചൊള്ളാലച്ഛനും കൊറോണ വികാരിയായിട്ട് ചാരത്തെ മൂലമറ്റം പള്ളിയിലേക്ക് വന്നതേ ഉള്ളൂ. അച്ഛനും നല്ല ജനകീയനായ ഒരു അച്ഛനാണ്. ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും അച്ഛൻ ഓടി നടക്കും, ശ്രദ്ധിക്കും, അവരെ കേൾക്കും. അവരുടെ കൂട്ടത്തിലാണ്. പനാമ്പഴച്ചൻ്റെ കാര്യം പറയേണ്ടതില്ല. അച്ഛൻ എപ്പോഴും കുട്ടികളെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചുമുള്ള ചിന്തയാണ്, വിചാരമാണ്. പണ്ഡിതനാണ്, വളരെ സിമ്പിളാണ്. അച്ഛൻ സ്കൂളുകളിലായിരുന്നപ്പോഴും വലിയ കേന്ദ്രങ്ങളിൽ ചെറുപ്പങ്ങളൊക്കെ ആയിരുന്നപ്പോഴും എനിക്കറിയാം എത്ര സിമ്പിളായിട്ടാണ് അച്ഛൻ കാര്യങ്ങൾ നടത്തുന്നത്. ചേട്ടന്മാരോട് സംസാരിക്കുന്നത്, ചേച്ചിമാരുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കേൾക്കുന്നത്. അതാണ് ശക്തീകരണം, അതാണ് സിനഡാലിറ്റി, അതാണ് ഈസ്റ്റർ ഐസ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ സമുദായത്തെ കൂടുതൽ സ്നേഹിക്കുന്നതിനും ആ സമുദായ സ്നേഹം വഴി കൂടുതൽ ഒരുമയിലേക്ക് വരുന്നതിനും നമുക്ക് ഇടയാകട്ടെ. നിങ്ങൾ 3 കൊറോണയിൽപ്പെട്ടവരെയും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പരിശുദ്ധ അൽഫോൻസാമയോട് പ്രാർത്ഥന യാചിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സഭാ സ്നേഹത്തിൻ്റെയും സമുദായ സ്നേഹത്തിൻ്റെയും ആഴമേറിയ ബോധ്യം